കോടമഞ്ഞ് പതിച്ചുറങ്ങുന്ന വയനാടൻ മലനിരകൾക്കിടയിലൂടെ ആ ശബ്ദമെന്നും രാവിലെ കൃത്യമായി മുഴങ്ങി കേൾക്കാമായിരുന്നു. ടിങ് ടിങ്. വെളിയന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ഓട്ടിച്ചെമ്പിൽ തീർത്ത ആ വലിയ മണിനാദം. ആ മണിയടിയുടെ താളത്തിലാണ് അനഘയുടെ ഓരോ ദിവസവും തുടങ്ങിയിരുന്നതും അവസാനിച്ചിരുന്നതും. ആ വലിയ സ്കൂൾ മണി മുഴക്കിയിരുന്നത് അവളുടെ അച്ഛൻ ശങ്കരനായിരുന്നു. വയനാടിന്റെ കുളിരുള്ള പ്രഭാത കിരണങ്ങളിലും വെളിയന്നൂരിലെ ആ ചെറിയ ഓലമേഞ്ഞ വീട്ടിൽ എപ്പോഴും ഒരുതരം ചുട്ടുപൊള്ളുന്ന നീറ്റിലായിരുന്നു. ദാരിദ്ര്യത്തിന്റെ നീറ്റൽ. അനഘയുടെ ലോകം അച്ഛന്റെ കാക്കിക്കുപ്പായത്തിന് ചുറ്റുമായിരുന്നു. സ്കൂളിലെ വരാന്തകൾ അടിച്ചുവാരിയും ബെഞ്ചുകൾ തുടച്ചും വിയർപ്പൊലിച്ചു നിൽക്കുന്ന അച്ഛനെ ക്ലാസ് മുറിയിലിരുന്ന് അവൾ ആരാധനയോടെ നോക്കിക്കാണും. പ്യൂൺ എന്ന ജോലി ശങ്കരന് വെറുമൊരു ഉപജീവന മാർഗമായിരുന്നില്ല, തന്റെ മകളുടെ അക്ഷരങ്ങൾ നേരിൽ കാണാനുള്ള അവസരങ്ങൾ കൂടിയായിരുന്നു. വൈകുന്നേരം മണിയടിച്ചു പിരിയുമ്പോൾ അച്ഛന്റെ കീറിയ പോക്കറ്റിൽ നിന്ന് അവൾക്കായി ഒരു പുതു കാത്തിരിപ്പുണ്ടാവും. ചുളിവ് വീണ കടലാസിൽ പൊതിഞ്ഞ 2 കടലമിഠായികൾ. വിശപ്പിന്റെ കയ്പിനിടയിലും ആ മിഠായിയുടെ മധുരമായിരുന്നു എന്നവളുടെ ലോകം. പക്ഷേ വയനാടൻ മഴയ്ക്ക് എപ്പോഴും ഒരു വന്യതയുണ്ട്. പെയ്തു തീർന്നാൽ പിന്നെ കണ്ണീര് മാത്രമേ അത് ബാക്കി വയ്ക്കാറുള്ളൂ. അതുപോലെ ഒരു പേമാരിയിലാണ് വിധി ആ കുടുംബത്തിന് സന്തോഷം തട്ടിയെടുത്തത്. മഴയത്ത് സ്കൂൾ വരാന്ത വൃത്തിയാക്കുന്നതിനിടെ പിടിപെട്ട പനി മാറും മുൻപേ ശങ്കരൻ ആ കൂരയിൽ കണ്ണടച്ചു. ഇന്ന് രാത്രി ആർത്തുലച്ച പെയ്തുമഴയിൽ അവരുടെ ചോർന്നൊലിക്കുന്ന ഓലപ്പുരയുടെ മേൽക്കൂരയും വലിയ ശബ്ദത്തോടെ താഴേക്ക് തകർന്നു വീണു. അച്ഛൻ മാത്രമല്ല, അവരുടെ ആകെയുള്ള തണലും കൂടിയാണ് അന്ന് നഷ്ടപ്പെട്ടത്. ഇരുട്ടിൽ മഴയത്ത് മകളെയും ചേർത്ത് പിടിച്ച് കരയുന്ന സരോജിനിയെ നോക്കി പ്രകൃതി പോലും അന്ന് വിതുമ്പി. പിന്നീട് അമ്മ സരോജിനിയുടെ കണ്ണീരിലൂടെയാണ് അനഘലോകം കണ്ടത്. ഭർത്താവിന്റെ വേർപാടിൽ തകർന്നു പോയെങ്കിലും മകൾക്ക് വേണ്ടി ആ അമ്മ ഉയർത്തെഴുന്നേറ്റു. അതിരാവിലെ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന അമ്മയുടെ കൈകൾ വെയിലേറ്റും ചെളി പുരണ്ടും പരുക്കനായി മാറി. ഉച്ചയ്ക്ക് ശേഷം അയൽപക്കത്തെ വീടുകളിൽ പാത്രം കഴുകാൻ പോകുമ്പോൾ ആ വിരലുകൾ കൂടുതൽ തേഞ്ഞു തീർന്നു. എങ്കിലും തന്റെ മകൾക്കൊരു കുറവും വരാതിരിക്കാൻ സരോജിനി വിയർപ്പൊഴുക്കി. പകൽ മുഴുവൻ നീളുന്ന പട്ടിണിക്കൊടുവിൽ രാത്രിയിൽ മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് അനഘ പഠിച്ചു. ആ വിളക്കിലെ കരിവറ്റി പിടിച്ച അവളുടെ മുഖത്ത് പക്ഷേ വലിയൊരു സ്വപ്നത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. ഒരിക്കൽ മഴയത്ത് സ്കൂൾ വരാന്തയിൽ നിൽക്കുമ്പോൾ അതുവഴി ചീറിപ്പാഞ്ഞു പോയ ഒരു കാർ ചൂണ്ടി അച്ഛൻ പറഞ്ഞിരുന്നു, "അതാണ് കലക്ടറുടെ വണ്ടി. പഠിച്ചു വലിയ കുട്ടിയാ എന്റെ മോളും ഇതുപോലൊരു വണ്ടിയിൽ വരണം." അച്ഛന്റെ ആ വാക്കുകൾ വെറുമൊരു ഓർമ്മയായിരുന്നില്ല അവൾക്ക്. വറുതിയുടെ പകലുകളിൽ മണ്ണെണ്ണ വിളക്ക് പുകയുന്ന രാത്രികളിലും ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. വെറുമൊരു ആഗ്രഹമായിരുന്നില്ല. തോറ്റുപോകാതിരിക്കാൻ അവൾ മുറുകെ പിടിച്ച ഒരേ ഒരു പിടിവള്ളിയായിരുന്നു ഒരു IAS-കാരിയാവുക എന്ന സ്വപ്നം. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. പട്ടിണിയുടെയും കഷ്ടപ്പാടുകളിലൂടെയും തീച്ചൂള വാർത്തെടുത്ത അനഘയുടെ നിശ്ചയദാർഢ്യം അവളെ എത്തിച്ചത് സിവിൽ സർവീസ് പരീക്ഷയുടെ അവസാന കടമ്പയായ ഇന്റർവ്യൂവിലാണ്. ഡൽഹിയിലെ UPSC ഭവനിലേക്ക് പോകണം. ഈ വാർത്ത കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് സരോജിനിയുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അടുത്ത നിമിഷം ആ അമ്മയുടെ മുഖം മങ്ങി. ഡൽഹി വരെ പോകാനുള്ള യാത്ര ചെലവും അവിടെ താമസിക്കാനുള്ള പണവും എവിടെ നിന്ന് കണ്ടെത്തും? അതിനേക്കാളുപരി രാജ്യത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിലിരിക്കാൻ തന്റെ കുട്ടിക്ക് നല്ലൊരു വസ്ത്രം പോലുമില്ലല്ലോ എന്ന ചിന്ത ആ അമ്മയെ വല്ലാതെ നീറ്റി. യാത്ര തിരിക്കേണ്ടതിന്റെ തലേദിവസം രാത്രി മങ്ങിയ വെളിച്ചത്തിൽ സരോജിനി തന്റെ പഴയ മരപ്പെട്ടി തുറന്നു. കല്യാണത്തിന് ശേഷം എപ്പോഴും വാങ്ങിയ നിറം മങ്ങി തുടങ്ങിയ ഒരു പട്ടുസാരി അവർ പുറത്തെടുത്തു. ചിലയിടങ്ങളിൽ നൂലുകൾ വിട്ടുപോയിരുന്നു. മങ്ങിയ കാഴ്ചയിലും കഷ്ടപ്പെട്ട് സൂചിയിൽ നൂൽ കോർത്ത് സരോജിനി ആ സാരിയുടെ കീറിയ ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ തുന്നിച്ചേർത്തു. ഓരോ തുന്നലിലും മകൾക്കായുള്ള ആ അമ്മയുടെ പ്രാർത്ഥനകളായിരുന്നു. സാരി മകൾക്ക് നേരെ നീട്ടുമ്പോൾ സരോജിനിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. "എൻ്റെ കുട്ടിക്ക് ഇടാൻ വേറെ നല്ലതൊന്നുമില്ലല്ലോ." അമ്മയുടെ തൊണ്ടയിലേറി. ആ സാരി നെഞ്ചത്തോട് ചേർത്ത് അനഘ പറഞ്ഞു, "ഇതിനേക്കാൾ വലിയൊരു രാജവസ്ത്രം എനിക്ക് എന്തിനാണമ്മേ?" ആ സാരി തുമ്പിൽ അമ്മയുടെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും നനവുണ്ടായിരുന്നു. പിറ്റേന്ന് അതിരാവിലെ വയനാടിന്റെ കോടമഞ്ഞ് മാഞ്ഞു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിലൊരു പഴയ ബാഗുമായി അനഘ ബസ് കാത്തു നിൽക്കുകയാണ്. കവലയിലെ ചായക്കടയിൽ പതിവ് പോലെ നാട്ടുകാരുടെ ചർച്ചകൾ കൊടുക്കുന്നുണ്ട്. അവിടെ കണ്ടപ്പോൾ കൂട്ടത്തിലൊരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "ദാ പോണു നമ്മുടെ വെളിയന്നൂരിലെ പുതിയ കലക്ടർ മാഡം." സ്വന്തം വീടിന്റെ ചോർച്ച മാറ്റാൻ വക്കില്ല, അപ്പോഴാ നാട് നന്നാക്കാൻ ഡൽഹിക്ക് ഇറങ്ങിയിരിക്കുന്നത്. കൂട്ടച്ചിരികൾക്കിടയിലൂടെ ആ പരിഹാസവാക്കുകൾ അമ്പ് പോലെയാണ് അവരുടെ നെഞ്ചിൽ തറഞ്ഞത്. സരോജിനി വേദനയുടെ തലകുനിച്ചു നിന്നെങ്കിലും അനഘയുടെ കണ്ണുകളിൽ ഒരുതരം അഗ്നിയായിരുന്നു. ആ പരിഹാസങ്ങളെല്ലാം അവൾ തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റി. അവളൊന്നും മിണ്ടിയില്ല. പക്ഷേ കാലം അവർക്ക് മറുപടി നൽകുമെന്ന് അവൾക്കറിയാമായിരുന്നു. നീണ്ട ട്രെയിൻ യാത്രയ്ക്കൊടുവിൽ ഡൽഹി എന്ന മഹാനഗരത്തിൽ അവൾ വണ്ടിയിറങ്ങി. എങ്ങും തിരക്ക്, വലിയ കെട്ടിടങ്ങൾ, തിങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യർ. ഇതിനിടയിലൂടെ UPSC ഭവനിലേക്കുള്ള വഴി ചോദിച്ചറിഞ്ഞ് അവൾ നടന്നു. പക്ഷേ വിധി അവിടെയും അവളെ പരീക്ഷിച്ചു. തിരക്കേറിയ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ കാലിലുണ്ടായിരുന്ന പഴയ ചെരുപ്പിന്റെ വാറ് പെട്ടെന്ന് പൊട്ടിപ്പോയി. ഒരു നിമിഷം അവൾ പകച്ചുപോയി. ചുറ്റും വില കൂടിയ സ്യൂട്ടുകളും കോട്ടുകളും ധരിച്ച കാറുകളിൽ വന്നിറങ്ങുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾ. അവർക്കിടയിൽ പൊട്ടിയ ചെരുപ്പ് വലിച്ച് അമ്മ തുന്നിച്ചേർത്ത സാരിയും ധരിച്ച് അവർ നിന്നു. അപകർഷതാബോധം കൊണ്ട് അവളുടെ കണ്ണുകളിൽ കണ്ണീർ ഇരുണ്ടുകൂടി. പക്ഷേ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം മൂടിയെത്തി. സ്കൂൾ മുറ്റത്ത് കരിയിലകൾ അടിച്ചു വാരുമ്പോഴും ചൂലുമായി നിന്ന് തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന അച്ഛൻ്റെ മുഖം. വിയർപ്പൊലിക്കുമ്പോഴും അച്ഛൻ പറയുമായിരുന്നു, "എൻ്റെ കുട്ടി നന്നായി പഠിച്ച് വലിയൊരാളാവണം കേട്ടോ." ആ ഓർമ്മ നൽകിയ ഊർജ്ജം ചെറുതല്ലായിരുന്നു.
താൻ അവിടെ നിൽക്കുന്നത് തന്റെ കഠിനാധ്വാനം കൊണ്ടാണെന്നും വസ്ത്രത്തിലോ ചെരുപ്പിലോ അല്ല തന്റെ വിലയിരിക്കുന്നതെന്നും അവൾ സ്വയം ഓർമ്മിപ്പിച്ചു. പൊട്ടിയ ചെരുപ്പ് ഒരുവിധം വലിച്ചിഴച്ചു നടക്കുമ്പോഴും അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അപകർഷതാബോധത്തെയും ഭയത്തെയും ആ ഡൽഹി നഗരത്തിലെ തിരക്കിലേക്ക് വലിച്ചെറിഞ്ഞ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അവൾ UPSC ഭവന്റെ ഗാംഭീര്യമുള്ള പടവുകൾ കയറി. ഗംഭീരമായ ആ ഇന്റർവ്യൂ ഹാളിൽ 5 പ്രഗത്ഭരായ പാനൽ അംഗങ്ങൾക്ക് മുന്നിൽ അവൾ ഇരുന്നു. രാജ്യത്തെ ഏറ്റവും ബുദ്ധിമാന്മാരായ വിദ്യാർത്ഥികൾ വന്നിരിക്കുന്ന കസേരയിൽ ദാരിദ്ര്യത്തിന് നേർചിത്രമായ അനഘ തെല്ലും പതറാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. ഓരോ ചോദ്യങ്ങൾക്കും തികഞ്ഞ സത്യസന്ധതയോടെയും അവൾ മറുപടി നൽകി. അറിവിനേക്കാളുപരി അവളുടെ അനുഭവങ്ങളുടെ ആഴം ആ വാക്കുകളിലുണ്ടായിരുന്നു. പെട്ടെന്ന് ബോർഡ് ചെയർമാൻ അവളെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു, "അനഘ, ഈ പ്രായത്തിനുള്ളിൽ ഒരുപാട് പ്രതിസന്ധികൾ താണ്ടിയാണ് താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത് എന്താണെന്നാണ് നീ വിശ്വസിക്കുന്നത്?" ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം മിന്നിമറഞ്ഞു. ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു, "തോറ്റുകൊടുക്കാതിരിക്കാനുള്ള എൻ്റെ മനസ്സാണ് സാർ എൻ്റെ കരുത്ത്. തോറ്റുകൊടുക്കാനുള്ള സൗകര്യം എൻ്റെ ജീവിത സാഹചര്യത്തിലില്ല." ആ വാക്കുകൾ ആ വലിയ ഹാളിൽ ഒരു നിശബ്ദത പടർത്തി. സത്യസന്ധത നിറഞ്ഞ ആ മറുപടി പാനൽ അംഗങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ചെന്നെത്തിയത്. പരീക്ഷാഫലം വന്ന ദിവസം വെളിയന്നൂർ ഗ്രാമം ഒന്നടങ്കം ഞെട്ടി. ഉന്നത റാങ്കോടെ അനഘ IAS നേടിയിരിക്കുന്നു. തന്നെ പരിഹസിച്ചവരുടെ മുഖത്ത് അത്ഭുതം വിരിയുന്നത് അവൾ കണ്ടു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വർഷങ്ങളോളം വിശ്രമമില്ലാതെ പണിയെടുത്ത അമ്മയുടെ ശരീരം കൊടിയൊരു രോഗത്തിന് കീഴടങ്ങുകയായിരുന്നു. മസൂറിയിലെ ലബ്സൻ അക്കാദമിയിൽ പരിശീലനത്തിന് പോകാൻ പണമില്ല. ഒപ്പം അമ്മയുടെ ചികിത്സയും. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ആ രാത്രിയിൽ അവൾ അച്ഛൻ്റെ പഴയൊരു തകരപ്പെട്ടി തുറന്നു. അതിൽ ഭദ്രമായി പൊതിഞ്ഞു വെച്ച ഒരു HMT വാച്ച് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരേ ഒരു സമ്പാദ്യം. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവൾ ആ വാച്ച് വിറ്റു. നാട്ടുകാരിൽ ചിലർ നൽകിയ ചെറിയ സഹായങ്ങളും കൂടിയായപ്പോൾ അമ്മയുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനായി. അമ്മയെ ബന്ധുക്കളെ ഏൽപ്പിച്ച് നിറഞ്ഞ കണ്ണുകളോടെ അവൾ മസൂറിയിലേക്ക് വണ്ടി കയറി. ലബ്സനയിലെ തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഉന്നത പശ്ചാത്തലമുള്ളവർക്കൊപ്പം അവൾ പരിശീലനം ആരംഭിച്ചു. വില കൂടിയ വസ്ത്രങ്ങളും ആഡംബര ജീവിതവും ശീലമാക്കിയ ചില സഹപഠിതാക്കൾ അവളുടെ ലളിതമായ വസ്ത്രധാരണത്തെയും എളിയ പശ്ചാത്തലത്തെയും പരിഹസിച്ചു. ഒരിക്കൽ ഒരു സഹപഠിതാവിന്റെ കുത്തുവാക്കിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് അവൾ പറഞ്ഞു, "അതെ, എൻ്റെ വസ്ത്രങ്ങൾക്ക് പോരായ്മയുണ്ടാകാം. അത് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ തന്നതാണ്. എന്നാൽ എൻ്റെ സ്വപ്നങ്ങൾക്കൊന്നുമില്ല. അത് എൻ്റെ നിശ്ചയദാർഢ്യം തന്നെയാണ്." അതോടെ ആ പരിഹാസങ്ങൾ അവസാനിച്ചു. പക്ഷേ അവളുടെ ഹൃദയം തകർക്കുന്ന വാർത്ത വന്നത് നാട്ടിൽ നിന്നായിരുന്നു. പരിശീലനം പുരോഗമിക്കുന്നിടെ തൻ്റെ IAS കാരി കാത്തുനിൽക്കാതെ സരോജിനി യാത്രയായി. അച്ഛന് പിന്നാലെ അമ്മയും. ലോകത്ത് താൻ തീർത്തും ഒറ്റപ്പെട്ടുവെന്ന ചിന്ത അവളെ തളർത്തി. ലെബ്സനയിലെ അവളുടെ മുറിയിലെ ഇരുട്ടിലിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. പക്ഷേ അമ്മയുടെ കണ്ണീരിൻ്റെ വിലയുള്ള ആ കാക്കി യൂണിഫോം അണിഞ്ഞ് അവൾ വീണ്ടും എഴുന്നേറ്റ് നിന്നു. പരിശീലനം പൂർത്തിയാക്കി അനഘയ്ക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് ലഭിച്ചത് സ്വന്തം ജില്ലയിൽ തന്നെയായിരുന്നു, വയനാടിൻ്റെ സബ് കളക്ടർ. അധികാരം ഏറ്റെടുത്ത ദിവസം ആ ഔദ്യോഗിക വാഹനം വെളിയന്നൂർ കവലയിലൂടെ നീങ്ങി. പണ്ട് സാരി ഉടുത്തുപോയ അവളെ നോക്കി കലക്ടർ മാഡമെന്ന് പരിഹസിച്ചാതെയെന്ന ആളുകൾ ഇന്ന് ആദരവോടെയും അഭിമാനത്തോടെയും കൈകൂപ്പി നിൽക്കുന്നു. വാഹനത്തിൻ്റെ ഗ്ലാസ് താഴ്ത്തി അവൾ അവരെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. കാലം നൽകിയ ഏറ്റവും വലിയ മറുപടിയായിരുന്നു അത്. ആ വാഹനം ചെന്നു നിന്നത് വെളിയന്നൂർ ഗവൺമെൻറ് UP സ്കൂളിൻ്റെ മുറ്റത്തായിരുന്നു. അച്ഛൻ തൂത്തുവാരിയ ആ മുറ്റത്ത് ഒരു സബ് കളക്ടറായി അവൾ കാലുകുത്തി. പഴയ ഹെഡ് മാസ്റ്ററും അധ്യാപകരും അവളെ സ്വീകരിക്കാൻ ഓടിയെത്തി. അവരുടെ കണ്ണുകൾ അച്ഛൻ മണിയടിച്ചിരുന്ന ആ പഴയ തൂണിലായിരുന്നു. ഓഫീസിൽ തിരിച്ചെത്തിയ ശേഷം അസിസ്റ്റന്റ് കളക്ടർ അനഘ IAS തൻ്റെ ഔദ്യോഗിക ഉത്തരവിൽ ഒപ്പുവെച്ചു. വെളിയന്നൂർ സ്കൂളിന് പുതിയ ഭൗതിക സാഹചര്യങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ്. ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുട്ടിക്കും ഇനി പഠിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടരുത് എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ പദ്ധതികൾ. ആ ഉത്തരവിൽ ഒപ്പുവെക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ ആ കടലാസിൽ വീണു. ആ കണ്ണീർ തുള്ളിയിൽ അച്ഛൻ്റെ വിയർപ്പിൻ്റെയും അമ്മയുടെ സ്നേഹത്തിൻ്റെയും ഗന്ധമുണ്ടായിരുന്നു. തോൽക്കാൻ മനസ്സിലാത്തവരുടെ വിജയത്തിൻ്റെ ഗന്ധം.